ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകൾ തുടരുന്നു. ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം 65,000-ലേറെ തീർത്ഥാടകരെത്തി. സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകരിൽ കൂടുതലും ഇപ്പോൾ മക്കയിലാണ്. പുണ്യഭൂമിയിലെ മികച്ച സേവനങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് തീർത്ഥാടകർ. ഇന്ത്യയിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി വഴി 65,000-ലേറെ തീർത്ഥാടകർ ഇന്നലെ വരെ സൗദിയിലെത്തി. ഇതിൽ 33,000-ഓളം പേർ മക്കയിലും ബാക്കിയുള്ളവർ മദീനയിലുമാണ് ഇപ്പോഴുള്ളത്. അതേസമയം സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകരിൽ കൂടുതലും ഇപ്പോൾ മക്കയിലാണുള്ളത്. ഹറം പള്ളിക്ക് സമീപം വിശാലമായ സൗകര്യത്തോടെയാണ് ഇവരിൽ കൂടുതലും ഇപ്പോൾ താമസിക്കുന്നത്. ഉംറ നിർവഹിക്കുക, പുണ്യസ്ഥലങ്ങളും ചരിത്ര സ്ഥലങ്ങളും സന്ദർശിക്കുക തുടങ്ങിയവയാണ് ഈ തീർത്ഥാടകർ ഇപ്പോൾ ചെയ്തു വരുന്നത്. ഹറമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വളരെ സന്തോഷം. ഉംറകളാണ് ഇപ്പോൾ ഹാജിമാരായി ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ മക്കയിലെ പ്രധാന ചരിത്ര സ്ഥലങ്ങളെല്ലാം ഹാജിമാർ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജിനുള്ള മാനസികമായ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് ഈ സമയത്ത് ഹാജിമാരായ ആളുകൾ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായും സുഗമമായും കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നു എന്ന സന്തോഷത്തിലാണ് തീർത്ഥാടകർ. വിശാലമായിട്ടുണ്ട് ഹറം ഷരീഫ്. ഓരോ ദിവസം കഴിയുന്നിടത്തോളം ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഹജ്ജ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അള്ളാഹുവിനോട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ അവസരം ഒരുക്കട്ടെ. നമ്മുടെ ഗവൺമെൻറ്റും സൗദി ഗവൺമെൻറ്റും അതിനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ ഹാജിമാർക്കും ഒരുക്കി കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ ഹജ്ജിനായിട്ടെത്തി. നല്ല റാഹത്തായിട്ട് എത്തി. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നല്ല ഇന്നലെ പോയിട്ട് ഉംറയൊക്കെ ചെയ്ത് ഞാൻ ആദ്യം വന്നതുപോലെയല്ല, വളരെ നല്ല സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ. അതേപോലെ ഇനിയും എല്ലാ ഹാജിമാർക്കും ഇവിടെ വരാനും നല്ല റാഹത്തായിട്ട് ഹജ്ജ് ചെയ്യാനും കഴിയട്ടെ. അതേസമയം കരിപ്പൂരിൽ നിന്നും സ്ത്രീകൾക്ക് മാത്രമായി സർവീസ് നടത്തുന്ന 3 ഹജ്ജ് വിമാനങ്ങളാണ് ഇന്നും ജിദ്ദയിലെത്തിയത്. 28-ാം തീയതി വരെ 12 വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്നും വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി സർവീസ് നടത്തുന്നുണ്ട്. ജലീൽ കണമംഗലം, 24 ജിദ്ദ. സൗദിയിലെ ഖമീഷ് മുഷൈത്തിൽ ആദ്യ സന്ദർശനത്തിന് എത്തിയ MA യൂസഫ് അലിയെ സ്വീകരിച്ച് പ്രവാസി സമൂഹം. ബാനറുമായി MA യൂസഫ് അലിയെ വരവേറ്റ പ്രവാസികൾ ഫോട്ടോ എടുക്കാനും പരിചയപ്പെടാനും തിരക്ക് കൂട്ടി. ഒരു മിനിറ്റ്, സ്ത്രീകളും കുട്ടികളും അവരെ ബുദ്ധിമുട്ടിക്കല്ലേ. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ചെയർമാൻ MA യൂസഫ് അലി കഴിഞ്ഞ ദിവസം ഖമീഷ് മുഷൈത്തിലെത്തിയത്. പരമ്പരാഗത സൗദി ഫോക്ക് ഡാൻസിനോടൊപ്പം യൂസഫ് അലി ചുവടുവെച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ അസീർ മേഖലയിൽ ആദ്യമായി എത്തുന്ന യൂസഫ് അലിക്ക് ഖമീഷ് മുഷൈത്തിലെ പ്രവാസി സമൂഹം നൽകിയത് ഹൃദ്യമായ വരവേൽപ്പാണ്. തന്നെ കാണാനെത്തിയവരോടൊപ്പം ചെലവഴിക്കാൻ യൂസഫ് അലി സമയം കണ്ടെത്തുകയും ചെയ്തു. ഖമീഷ് മുഷൈത്തിലെ മലയാളികളായ പ്രവാസികൾ ബാനറുമായാണ് യൂസഫ് അലിയെ സ്വാഗതം ചെയ്യാനെത്തിയത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം പരിചയപ്പെടാനും ഫോട്ടോ എടുക്കാനും തിരക്കുകൂട്ടി. ആരെയും നിരാശപ്പെടുത്താതെ യൂസഫ് അലിയും. ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് കമ്മീസിൽ തുടങ്ങാന്ന് പറഞ്ഞ് അതിന്റെ ഡേറ്റ് തീരുമാനിച്ച മുതൽ ഇവിടുത്തെ പ്രവാസി മലയാളികളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. മാള് തുറക്കുന്നതിനേക്കാൾ അപ്പുറം യൂസഫ് അലി, MA യൂസഫ് അലി എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയെ ഒന്ന് നേരിട്ട് കാണാൻ, അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു. അബ്ദുൽ അസീസ് ബിൻ മുഷൈത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം അറബിയിൽ പറയുകയാണെങ്കിൽ റജാൽ മുഹ്തറം മുത്തവാബ, യാനി അദ്ദേഹം വളരെ സൽക്കർമ്മിയും അതുപോലെ തന്നെ സത്യസന്ധനുമായിട്ടുള്ള മനുഷ്യനാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണെന്നുള്ള വലിയൊരു കമന്റാണ് കമ്മീസിന്റെ ഗവർണറായ അബ്ദുൽ അസീസ് മുഷൈത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. മലയാളികളാണ് എന്നും തന്റെ ശക്തിയെന്നും അവർ നൽകുന്ന സ്നേഹത്തിനും പിന്തുണക്കും നന്ദിയുണ്ടെന്നും യൂസഫ് അലി പറഞ്ഞു. ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും കാണുന്നില്ല എൻ്റെ മലയാളി സഹോദരന്മാർ പൂർണ്ണമായി ഞങ്ങളോട് സഹകരിക്കുകയും സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കണ്ടില്ല, അവരൊക്കെ മേഖലയിൽ ഇനിയും ലുലുവിന്റെ പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇടക്ക് ഇനിയും കാണാമെന്ന ഉറപ്പ് നൽകിയാണ് യൂസഫ് അലി ഖമീഷ് മുഷൈത്തിൽ നിന്ന് മടങ്ങിയത്. ജലീൽ കണമംഗലം, 24 ജിദ്ദ. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പട്ടാമ്പിക്കാരുടെ കൂട്ടായ്മ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. നിരവധി പേരാണ് പങ്കെടുത്തത്.
സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പട്ടാമ്പിക്കാരുടെ കൂട്ടായ്മയാണ് ദമാം സ്നേഹസംഗമം 2024 എന്ന പേരിൽ ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. വനിതകളും കുട്ടികളും അടക്കം നിരവധി പേർ ഒരിടത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ പട്ടാമ്പിക്കാരുടെ ഒരു വലിയ ഉത്സവമായി മാറി ഈ സ്നേഹസംഗമം. പ്രസിഡന്റ് റിയാസ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ ഇറാൻ കമ്പനി CEO റസാഖ് മഠത്തിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഷാഫി പരുവാരത്ത് ഷബീർക്കൊപ്പം നാഹിദ് സബ്രി, സജിദ ടീച്ചർ, സൽമ ടീച്ചർ, ആരിഫ ഷാഹിദ് എന്നിവർ ആശംസകൾ നേർന്നു. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള ഫണ്ട് സമാഹരണത്തിലും പട്ടാമ്പി കൂട്ടായ്മയുടെ ഇടപെടൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. പാചക മത്സരം, മൈലാഞ്ചിയിടൽ മത്സരം, ചെസ് മത്സരം, ചിത്രരചനാ മത്സരം തുടങ്ങി വിവിധ മത്സരങ്ങളും ഗാനമേളയും കുട്ടികളുടെ ഒപ്പനയും വനിതാവേദിയുടെ ഡാൻസുമെല്ലാം പരിപാടിയുടെ മാറ്റുകൂട്ടി. ഷെറിൻ സഫുവാൻ, ഷഹനാസ് മൻസൂർ, ഷാഹിദ് വിളയൂർ, അൻവർ, ജംഷിദ്, രതീഷ്, ഷിഹാബ്, സാലിഹ്, ഷഹീബ്, ഹബീബ് കൊപ്പം, സഫ്വാൻ ഹാമിദ്, നാസർ വിളത്തൂർ, മമ്മൂട്ടി കാരക്കാട്, നിഷാദ് മൊയ്തീൻ, നൌഷാദ് ഗ്രീൻ പാർക്ക്, ജ്യോതിഷ് പട്ടാമ്പി, റസാഖ് KP എന്നിവർ സ്നേഹസംഗമത്തിന് നേതൃത്വം നൽകി. സുബൈറുദ്ദീനൂർ, 24 ദമാം. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ വടകരക്കാരുടെ കൂട്ടായ്മയായ വടകര NRI ഫോറം ചരിത്രഗ്രന്ഥങ്ങളുടെ രചയിതാവും പ്രഭാഷകനുമായ P. ഹരീന്ദ്രനാഥിന് സ്വീകരണം നൽകി. ഹരീന്ദ്രൻ മാഷിന് സ്നേഹാദരം എന്ന പേരിൽ ദമാമിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങ് ഹമീദ് വടകര ഉദ്ഘാടനം ചെയ്തു. ഗഫൂർ വടകര അധ്യക്ഷനായി. P. ഹരീന്ദ്രനാഥിന്റെ പുതിയ പുസ്തകം ജമാൽ വില്യാപ്പള്ളി പരിചയപ്പെടുത്തി. ഷിമൽ, ഷഹീദ് കായക്കൊടി, റഹ്മാൻ കായാട്, യൂനുസ്, സുരേഷ് ബാബു, പ്രദീപ് തിക്കൊടി, നിഷാദ് കുറ്റിയാടി, മഷൂദ് മമ്മു, ബിജു ജിഗീഷ് എന്നിവർ പങ്കെടുത്തു. എഴുത്തുകാരിയും അധ്യാപികമായ സീനത്ത് സാജിദിന്റെ കവിതാ സമാഹാരം സൗദിയിലെ ദമാമിൽ പ്രകാശനം ചെയ്തു. ഒടുവിൽ എരിഞ്ഞ ഇല എന്ന പുസ്തകമാണ് സൗദി മലയാളി സമാജം സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. സിനിമാ നിർമ്മാതാവ് ജോളി ലോനപ്പൻ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സിന്ധു ബിനു പുസ്തകം പരിചയപ്പെടുത്തി. എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. മാലിക് മക്ബൂൽ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷനായി. PAM ഹാരിസ്, അഷ്റഫ് നെയ്തല്ലൂർ, സുനില സലീം, ജേക്കബ് ഉദുപ്പ്, ഷബ്ന നജീബ്, സാജിദ് ആറാട്ടുപുഴ തുടങ്ങിയവർ സംസാരിച്ചു. സൗദി ദമാമിലെ തലശ്ശേരി മാഹി ക്രിക്കറ്റ് കാർണിവൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ തലശ്ശേരി സൈദാർ പള്ളി ജേതാക്കളായി. തലശ്ശേരി മാഹി പ്രദേശത്ത് നിന്ന് 6 ടീമുകൾ മാറ്റുരച്ചു. ഫൈനലിൽ KL58 ഉമ്മൻചിറയെ 8 വിക്കറ്റിന് തോൽപ്പിച്ചാണ് തലശ്ശേരി സൈദാർ പള്ളി ജേതാക്കളായത്. ബെസ്റ്റ് ബാറ്റ്സ്മാനായി നിഖിലിനെയും ബെസ്റ്റ് ബൌളറായി ആദിലിനെയും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി സുമേഷിനെയും തെരഞ്ഞെടുത്തു. ക്രിക്കറ്റ് കാർണിവലിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 28ആയി. ഇതിൽ 12 പേർ കുട്ടികളാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. സ്ഥാപന ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിലെ ഗെയിം സോണുകൾ അടച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 4 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. പാലക്കാട് അട്ടപ്പാടി ഗൂളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു. ഒമ്മല സ്വദേശി ഫൈസലാണ് മരിച്ചത്. വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഫൈസലിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ 3 മണിക്കൂർ വൈകിയിരുന്നു. ഇന്നുച്ചയ്ക്കാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഫൈസലിന് ഗുരുതര പരിക്കേറ്റത്. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഫൈസലിനെ പ്രവേശിപ്പിച്ചു. ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇല്ലാത്തതിനാൽ ഫൈസലിനെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ 3 മണിക്കൂറോളം വൈകി. ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് എത്തിച്ചാണ് ഫൈസലിനെ കോട്ടത്തറയിൽ നിന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. യാത്രാമധ്യേ മരിച്ചു. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 24 പാലക്കാട്. മഴ തുറന്നെങ്കിലും ദുരിതം ബാക്കി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ 2 മരണം കൂടി. കൊച്ചിയിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയും കാസർഗോഡ് മിന്നലേറ്റ് വയോധികനും മരിച്ചു. കണ്ണൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. കാസർഗോഡ് വെള്ളൂർ സ്വദേശി ഗംഗാധരനാണ് ഇന്നലെ രാത്രി ഇടിമിന്നലേറ്റ് മരിച്ചത്. 76 വയസ്സായിരുന്നു. പുതുവൈപ്പ് ബീച്ചിലെ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയായ ദിലീപും മരിച്ചു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിൽ വീട് തകർന്ന് 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു.
ഇന്നലെ വൈകിട്ടോടെയാണ് അപകടം. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു വീണു. തലനാരിഴയ്ക്കാണ് വീട്ടുടമ ഗിരിജാകുമാരി രക്ഷപ്പെട്ടത്. എണീറ്റത് കൊണ്ട് അപകടം ഒഴിവായി, അല്ലെങ്കിൽ ഈ ഫാനും എല്ലാം കൂടെ ഇന്നലെ തന്നെ മരണം സംഭവിച്ചേനെ. ഇനിയിപ്പോൾ എന്ത് ചെയ്തൊന്ന് ശരിയാക്കിയിട്ട് തൽക്കാലം താമസിക്കുക, എന്നിട്ട് വീട് ശരിയാക്കണം. MLA പറഞ്ഞ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വീട് വെക്കാം എന്ന് പറഞ്ഞു. കാസർഗോഡ് കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു. നെല്ലിക്കാട്ട് സ്വദേശി യമുനയുടെ വീട്ടുമതിലാണ് തകർന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് പത്തനംതിട്ട പെരിങ്ങരയിൽ വയോധികന്റെ സംസ്കാര ചടങ്ങുകൾ ബുദ്ധിമുട്ടിലായി. വർഷങ്ങളായിട്ട് 4-5 വീട്ടുകാർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ 7ാം വാർഡാണിത്. ഈ സ്ഥലം ഇവിടെ മാറി മാറി വന്ന പഞ്ചായത്തിൻ്റെ ഭരണസമിതികൾ ആരും പരിഗണിക്കാതെ കിടക്കുന്ന 4-5 വീടുകളാണ് ഉള്ളത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മലപ്പുറത്ത് തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ റോഡിടിഞ്ഞു. ദേശീയപാത വിപുലീകരണത്തിനായി റോഡ് താഴ്ത്തിവെച്ചയിടത്താണ് അപകടമുണ്ടായത്. റാന്നി കോഴഞ്ചേരി പുതുമൺ പാലത്തിലൂടെയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ബാർ കോഴ വിഷയത്തിൽ മലക്കം പറഞ്ഞ് പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ ബാർ ഉടമകളുടെ മുൻ സംഘടനാ നേതാവ് അനിമോൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം ആവശ്യപ്പെട്ടത് സംഘടനാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നാണ് അനിമോന്റെ വാദം. സംഘടനാ യോഗത്തിൽ അപമാനം നേരിട്ടെന്നും അപ്പോഴത്തെ മനോനിലയിൽ പറഞ്ഞത് മാറിപ്പോയെന്നും വിശദീകരണം. ബാർ ഉടമ സംഘം പ്രസിഡന്റ് വി സുനിൽകുമാറിന്റെ വാദം ന്യായീകരിക്കും വിധമാണ് അനിമോൻ അംഗങ്ങൾക്ക് പുതിയ സന്ദേശം നൽകിയത്. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പുതിയ ബാർക്കോഴ വിവാദത്തിന് തുടക്കം കുറിച്ച അനിമോന്റെ ശബ്ദ സന്ദേശമാണിത്. ഡ്രൈഡേ ഒഴിവാക്കുന്നതിനും ബാറുകളുടെ സമയം കൂട്ടുന്നതിനും കാണേണ്ടവരെ കാണേണ്ട പോലെ കാണണമെന്നും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നുമായിരുന്നു ശബ്ദ സന്ദേശം. വിവാദം ബാറുടമകളെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പ്രഖ്യാപിക്കാനിരുന്ന ഇളവുകൾ പോലും സർക്കാർ വേണ്ടെന്ന് വെച്ചേക്കുമെന്ന് വാർത്തകൾ കൂടി വന്നതോടെയാണ് അനിമോന്റെ ചുവടുമാറ്റം. സംഘടനയ്ക്ക് തിരുവനന്തപുരത്ത് കെട്ടിടവും സ്ഥലവും വാങ്ങാനാണ് താൻ പണപ്പിരിവിന് നിർദ്ദേശിച്ചതെന്ന വിശദീകരണം. ബിൽഡിംഗ് ഫണ്ടിന് ഇടുക്കി ജില്ല സഹകരിക്കുന്നില്ലെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു. പുതിയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് സസ്പെൻഡ് ചെയ്തെന്ന് അറിയിച്ചു. തുടർന്നുണ്ടായ പ്രത്യേക മാനസികാവസ്ഥയിൽ അയച്ച ശബ്ദ സന്ദേശമാണ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയതെന്ന് അനിമോൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. താൻ ഒളിവിലല്ലെന്നും അനിമോൻ വ്യക്തമാക്കി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ വിവാദത്തിന് പിന്നാലെ പ്രതികരിച്ച അതേ കാര്യം തന്നെയാണ് അനിമോനും ഇപ്പോൾ ആവർത്തിക്കുന്നത്. 24 തിരുവനന്തപുരം. ബാർക്കോഴ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന UDF, എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കാൻ പ്രതിപക്ഷ തീരുമാനം. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയേക്കും. ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ശുപാർശ തൽക്കാലം പരിഗണിക്കില്ല. അതിനിടയിൽ എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രാഥമിക അന്വേഷണം നടത്താനാണ് തീരുമാനം. എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിന് പുറമെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കൂടി വിവാദത്തിലേക്ക് വലിച്ചിടുകയാണ് UDF. ഡ്രൈഡേ ഒഴിവാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രി എന്നാണ് UDFന്റെ വാദം. വിഷയത്തിൽ 2 മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് UDF കൺവീനർ MM ഹസൻ. ബാർ നയത്തിൽ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഡ്രൈഡേ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടതും ബാറുകളുടെ സമയം 12 മണി വരെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ്. 2 മന്ത്രിമാര് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ഇതേക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെടുകയാണ്. 8 വർഷമായി അധികാരത്തിലില്ലാത്തതിന്റെ പ്രശ്നമാണ് UDF നേതാക്കളെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി. വളരെ വ്യക്തമായി എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. UDFിലെ ചില നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം 8 വർഷമായിട്ട് അധികാരത്തിലില്ലാത്തതിന്റെ പ്രശ്നമാണ്. അതിനിപ്പോൾ ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള നടപടിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണ്. ഡ്രൈഡേ ഒഴിവാക്കണം, ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ ഇളവ് വേണമെന്നീ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ തൽക്കാലം പരിഗണിക്കേണ്ട എന്നാണ് സർക്കാർ നിലപാട്. KCBCയും സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.
പുതിയ ബാർക്കോഴ വിവാദം മാധ്യമ സൃഷ്ടി എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യനയം ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല, നയപരമായ തീരുമാനവും എടുത്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. ചർച്ച നടക്കണമെങ്കിൽ നയപരമായ തീരുമാനം എടുക്കട്ടെ. നയപരമായ തീരുമാനം എടുത്താലേ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സമീപനം ഗവൺമെൻറ് സ്വീകരിക്കാനാവുള്ളൂ. അപ്പോൾ അടുത്ത വർഷം ചർച്ച ചെയ്തിട്ടില്ല, CPIM ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ ഒരു വാർത്ത സൃഷ്ടിക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ച നടത്തുക, എന്നിട്ട് അതിൻ്റെ മേലെ തന്നെ പോകുക. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വാർത്ത സൃഷ്ടിക്കുന്നു, നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കോളൂ, നിങ്ങൾ തന്നെ മുന്നോട്ടേക്ക് പോയിക്കോളുക, അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്താൻ നോക്കണ്ട എന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞാണ്, ഇതിലും അത് തന്നെയാണ് പറഞ്ഞത്. എക്സൈസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് VPP മുസ്തഫയെ മാറ്റിയത് ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധം കാരണമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. ആരോപണം നിഷേധിച്ച VPP മുസ്തഫ ചെറിയാൻ ഫിലിപ്പിനെതിരെ രംഗത്തെത്തി. ബാർ കോഴയെ ചൊല്ലി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇരുവരും ഏറ്റുമുട്ടിയത്. എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം VPP മുസ്തഫ രാജിവെക്കാനുള്ള കാരണം CPIM വ്യക്തമാക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ്. മുസ്തഫയെ മാറ്റിയതിൽ ദുരൂഹതയുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് മുസ്തഫ രാജിവെച്ചതെന്നായിരുന്നു പ്രചരണം. എന്നാൽ മലബാറിലെ ചില ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്നാണ് VPP മുസ്തഫയെ ഒഴിവാക്കിയതെന്ന് CPIM വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു. ഇത് ചർച്ചയായതോടെയാണ് ചെറിയാൻ ഫിലിപ്പിനെ വെല്ലുവിളിച്ച് VPP മുസ്തഫ രംഗത്തെത്തിയത്. ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ചെറിയാൻ ഫിലിപ്പ് അധപ്പതിച്ചു. തന്നെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഇപ്പോഴും താൻ CPIM-ൽ വിവിധ ചുമതലകൾ വഹിക്കുന്നെന്നും മുസ്തഫ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർലമെന്ററി മോഹം വെച്ചുപുലർത്തുന്ന ബിഷാം ദേഹി ആരെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച് VPP മുസ്തഫ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ ചെറിയാൻ ഫിലിപ്പിനെ വെല്ലുവിളിച്ചു. 24 കാസർഗോഡ്. സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള ഒരു മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം അടുത്തയാഴ്ച മുതൽ. ഇതിനായി ധനവകുപ്പ് 900 കോടി രൂപ അനുവദിച്ചു. ബുധനാഴ്ച മുതൽ വിതരണം നടത്താനാണ് തീരുമാനം. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേതാണ് നൽകുന്നത്. നേരത്തെ 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ നൽകിയിരുന്നു. വിഷു, ഈസ്റ്റർ, റമദാൻ കാലത്തായിരുന്നു വിതരണം. മഴയെ തുടർന്ന് തടസ്സപ്പെട്ട ദുബായിലെ മെട്രോ സർവീസ് പൂർണ്ണ തോതിലായി. കഴിഞ്ഞ മാസം പെയ്ത ശക്തമായ മഴയിലെ വെള്ളപ്പൊക്കത്തിൽ ദുബായ് മെട്രോയുടെ 4 സ്റ്റേഷനുകളിലെ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. ഇതിൽ എനർജി സ്റ്റേഷൻ ഒഴികെയുള്ളവ കഴിഞ്ഞയാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എനർജി സ്റ്റേഷനിലെ സർവീസുകൾ ഇന്നു മുതൽ ആരംഭിച്ചതായി RTA വ്യക്തമാക്കി. ദുബായിൽ കഴിഞ്ഞ മാസം പെയ്ത കനത്ത മഴ ദുബായ് മെട്രോയുടെ 4 സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെയായിരുന്നു കാര്യമായി ബാധിച്ചത്. ഇതിൽ എനർജി ഒഴികെയുള്ള 3 സ്റ്റേഷനുകൾ കഴിഞ്ഞയാഴ്ച തുറന്നു നൽകിയിരുന്നു. എനർജിയിൽ അറ്റകുറ്റപ്പണി പുരോഗമിക്കുകയായിരുന്നു. ഇത് അവസാനിച്ചതിനെ തുടർന്നാണ് എനർജിയുടെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിച്ചതായി RTA അറിയിച്ചിരിക്കുന്നത്. ദുബായ് മെട്രോയുടെ പ്രവർത്തനത്തിനും പരിപാലനത്തിനും ഉത്തരവാദിത്തമുള്ള കമ്പനിയായ കിയോലിസ് മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസുമായി ചേർന്നാണ് അറ്റകുറ്റപ്പണികൾ RTA നടത്തിയത്. മെട്രോ സ്റ്റേഷനിൽ അടച്ചിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി യാത്രക്കാർ വലിയ ദുരിതത്തിലായിരുന്നു. ബിസിനസ് ബേ, മാൾ ഓഫ് ദി എമിറേറ്റ്സ് തുടങ്ങിയ സ്റ്റേഷനുകളിലായിരുന്നു യാത്രക്കാർ ഉപയോഗിച്ചിരുന്നത്. ഈ സ്റ്റേഷനുകളിലേക്ക് RTA ഫീഡർ ബസ്സും ഏർപ്പെടുത്തിയിരുന്നു. പലർക്കും 1 മണിക്കൂർ കൊണ്ട് എത്തുന്ന ദൂരത്തേക്ക് 3 മണിക്കൂറിലധികം യാത്ര ചെയ്യേണ്ടതായി വന്നിരുന്നു. 24 ദുബായ്. ഷാർജയിലെ പ്രധാന റോഡുകളിൽ വേഗപരിധി കുറയ്ക്കാനൊരുങ്ങി ഷാർജ ഗതാഗത വകുപ്പ്. അൽ ഇത്തിഹാദ്, അൽ വഹദ റോഡുകളിലെ വേഗപരിധിയാണ് കുറച്ചത്. 100 കിലോമീറ്ററിൽ നിന്ന് 80 കിലോമീറ്ററായാണ് കുറച്ചത്. ട്രാഫിക് സുഗമമാക്കാനും വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് തീരുമാനം. അതേസമയം എന്ന് മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ നവംബറിൽ ഷാർജയ്ക്കും അൽ ഹറൂദ് പാലത്തിനുമിടയിലുള്ള റോഡിലെ വേഗപരിധി സമാനമായ രീതിയിൽ കുറച്ചിരുന്നു. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.